ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഫെബ്രുവരി 15-ന് തിക്കിലും തിരക്കിലും പെട്ട് യാത്രക്കാർ മരിക്കാനിടയായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്കുള്ള 2 ട്രെയിനുകൾ സ്റ്റേഷനിലെത്തിയ സമയത്തുണ്ടായ ആശയക്കുഴപ്പമാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 18 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപകടത്തിൽ മരിച്ചവരെ കാണാനെത്തിയെന്ന അവകാശവാദവുമായി ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ അവകാശവാദം തെറ്റാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. 2024-ൽ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കാണാനെത്തിയ ഗാന്ധി സഹോദരങ്ങളുടെ വീഡിയോ ആണ് പ്രചരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് 2024 ഓഗസ്റ്റ് 2-ന് പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ റിപ്പോർട്ടിൽ സമാന ദൃശ്യങ്ങൾ ഉള്ളതായി കണ്ടെത്തി. വയനാട് മണ്ണിടിച്ചിൽ ഇരകളെ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി വികാരാഭരിതനായി 100ഓളം വീടുകൾ നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വൈറൽ വീഡിയോയിൽ കാണുന്ന അതേ വസ്ത്രങ്ങളാണ് 2 കോൺഗ്രസ് നേതാക്കളും ഈ വീഡിയോയിലും ധരിച്ചിട്ടുള്ളത്. നിരവധി എക്സ് ഉപയോക്താക്കളും ഈ വീഡിയോ 2024 ഓഗസ്റ്റിൽ പങ്കുവച്ചിരുന്നു. 2024 ഓഗസ്റ്റ് 1-ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകളിൽ വയനാട് സന്ദർശനത്തിന്റെ വീഡിയോകൾ പങ്കിട്ടിരുന്നു. വൈറൽ വീഡിയോയിൽ കാണുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തവുമായി ബന്ധപ്പെട്ട വീഡിയോ അല്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. 2024-ൽ സംഭവിച്ച വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടതാണ് ഈ വീഡിയോ. സത്യത്തിൽ ഇത് തെറ്റായ പ്രചരണമാണ്. 2024 ഓഗസ്റ്റിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരെ കാണാനെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ഇതുപോലെ നിരവധി വ്യാജ വാർത്തകളും വീഡിയോകളുമാണ് ഓരോ ദിവസവും രാഹുലിനെതിരായി എതിർപക്ഷം പുറത്തുവിടുന്നത്. എന്നാൽ അധികം വൈകാതെ എല്ലാം വ്യാജമാണെന്ന് കണ്ടെത്താറുമുണ്ട്. എന്നിട്ടും ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചയാണ് നാം കാണാറുള്ളത്.